അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കുന്ന ക്ലാസ്സിലാണ് നമ്മളൊക്കെ ഉള്ളത്. 28ാമത്തെ ക്ലാസ്സാണ്. സൂറത്തുൽ ബഖറ നാം പാരായണം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് സൂറത്തു ആലിമ്രാൻ സൂറത്താണ് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് പാരായണം ചെയ്യൽ മാത്രമല്ല, കഴിവിൻ്റെ പരമാവധി ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മനോഹരമായിട്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ പഠിക്കുന്നവരാണ്. കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസ്സുകൾ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നതിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമുക്ക് മനോഹരമാക്കാൻ കഴിയും. അതാണ് നമ്മുടെ ലക്ഷ്യവും. അല്ലാഹു തആല പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ക്ലാസ് ഏറ്റവും ചുരുങ്ങിയത് 1-2 ഖത്മുകളെങ്കിലും തീരുന്ന രൂപത്തിലാണ്. നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ഓതുന്നു, പിന്നെയും വീണ്ടും അത് ആ വിഷയങ്ങൾ തന്നെ പറഞ്ഞ്, ഓതിയ കാര്യങ്ങൾ തന്നെ പറഞ്ഞ്, അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും തീരുന്നു. പിന്നെ അവസാനമായിട്ട് ഒന്നുകൂടി നമ്മൾ ഓതുകയാണ്. ഇങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ച്, ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യം ആവർത്തിച്ച് ഓതുകയും ചെയ്യുന്നു. അതിൻ്റെ പുറമെ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ഥലം മാത്രമല്ല ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഓതുമ്പോൾ അവിടെയും ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. ഇൻഷാ അല്ലാഹ് അപ്പോൾ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഫുൾ സ്ക്രീൻ കാണുക. അതുപോലെ തന്നെ ഖുർആൻ മറച്ചു വെച്ചുകൊണ്ട് തന്നെ അതിലേക്ക് തന്നെ നോക്കുക. സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കുക. ഏതായാലും രണ്ടും കൂടി ഒപ്പം വെച്ചുകൊണ്ട് പഠിക്കലായിരിക്കും ഒന്നുകൂടി ഉത്തമം. കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഫുൾ സ്ക്രീൻ കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. മെസ്സേജ് അയക്കണം. ഇൻഷാ അല്ലാഹ് മെസ്സേജ് അയക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ മതി. ബാക്കിയുള്ള ആളുകൾക്ക് മെസ്സേജ് അയക്കും. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. സൗകര്യം പോലെ അതിന് റീപ്ലൈ ലഭിക്കുന്നതായിരിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. الله لا إله إلا هو الحي القيوم. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾ നമുക്ക് ഓതാൻ പ്രയാസമുണ്ടാവുകയില്ല. നമ്മൾ എപ്പോഴും കേട്ട് ശീലമുള്ളത് പദമായതുകൊണ്ട് തന്നെ. ആദ്യത്തെ അക്ഷരം അലിഫാണ്, രണ്ടാമത്തെ അക്ഷരം ലാമാണ്, മൂന്നാമത്തെ അക്ഷരം മീമാണ്. അക്ഷരങ്ങൾ അതുപോലെ പറയുക. എല്ലാ അക്ഷരങ്ങളല്ല, ഈ 3 അക്ഷരങ്ങൾ അതുപോലെ പറയുക. നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുകയും ചെയ്യുക. മദ് ലാസിമാണ്. അപ്പോ മദ് ലാസിമായതുകൊണ്ട് തന്നെ ദീർഘമായിട്ട് നീട്ടണം. അലിഫ് ലാം മീം. മീം മീമാണ്. അവസാനം വായ ചുണ്ട് പൂട്ടണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു. ലാ ഇലാഹ മദ് മുൻഫസിലാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹുവൽ ഇതിനിടയിൽ വസ്ലിന്റെ അംസയുണ്ട് അല്ലേ?
ആ അലിഫ് എന്ന ഹുവ കഴിഞ്ഞിട്ട് വസ്ലിന്റെ ഹംസ ഒരു അലിഫുണ്ട്, ആ അലിഫ് വസ്ലിന്റെ ഹംസയാണ്. അത് ചേർത്തി വായിക്കുമ്പോൾ ഉച്ചരിക്കുകയില്ല. ഹുവൽ ഹയ്യുൽ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഖയ്യൂമു എന്നാണുള്ളത്. വഖഫ് ചെയ്യുമ്പോൾ ഖയ്യൂം മീമിന് സുക്കൂൻ കൊടുത്തു. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. തൻവീൻ ഫത്ഹ് നീട്ടാനുള്ള സ്ഥലം. ഇതല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, അവസാനം സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പൊ ഖയ്യൂമു എന്നുള്ളത് വഖഫ് ചെയ്യുമ്പോൾ മീമിന് സുക്കൂൻ കൊടുക്കുക. ഖയ്യൂം. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവസാനത്തതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം, ഇവിടെ അവസാനത്തെ അക്ഷരം മീമാണ് അല്ലേ. ഖയ്യൂമു എന്നുള്ളത് മീമിന് സുക്കൂൻ കൊടുത്തു. ഖയ്യൂം. ആ മീമിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം വാവാണ്, നീട്ടാനുള്ള വാവാണ്. നീട്ടാനുള്ള അക്ഷരമായി വന്നാൽ നീട്ടാനുള്ള വാവായിരിക്കാം, യാ ആയിരിക്കാം, അലിഫായിരിക്കാം. ഏതായാലും നീട്ടാനുള്ള അക്ഷരം വന്നിട്ടുണ്ടെങ്കിൽ അല്പം നീട്ടേണ്ടതാണ്. മദ് ആരിൽ വരും. പുതിയ മദ് ആരിൽ എന്ന് പറഞ്ഞാൽ പുതിയൊരു മദ് നിർത്തുകയാണെങ്കിലേ ആ മദ് വരികയുള്ളൂ. ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഖയ്യൂം ഇതാണ് മദ് ആരിൽ. ഇവിടെ നിർത്തുന്നില്ല എങ്കിൽ ആ മദ് വരില്ല. ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ്. ബഇന്റെ അവിടെ നിർത്തിയപ്പോൾ ബഇന് സുക്കൂൻ കൊടുത്തു. ബ എന്നുള്ളതാണ്, ബ എന്നുള്ളിടത്ത് സുക്കൂൻ കൊടുത്തു. കിതാബ് ബഇന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള താഇന് ശേഷം ഒരു അലിഫുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നിർത്തിയപ്പോൾ അവിടെയാണ് മദ് ആരിൽ വന്നത്. നസ്സൽ നേരെ മറിച്ച് നസ്സൽ എന്നുള്ളിടത്താണ് നിർത്തുകയെങ്കിൽ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സൽ. അവിടെ നിന്ന് നമ്മൾ നിർത്തേണ്ട അവസ്ഥ, നമ്മൾ ആയത്തിന്റെ അവസാനം നിർത്തുക. ഞാൻ വിഷയം പറയാന്ന് മാത്രം. ഇനി അവിടെ ഒരാൾ നിർത്തുകയാണെങ്കിൽ നസ്സല എന്നുള്ളിടത്ത് നിർത്തുകയാണെങ്കിൽ നസ്സൽ, അവിടെ വേറെ ഒന്നും ചെയ്യണ്ട. നസ്സൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക. തൊട്ട് മുമ്പുള്ള നീട്ടാനൊന്നും ഇല്ല. അപ്പൊ പിന്നെ നസ്സൽ. നസ്സല അലൈക്കൽ കിതാബ്. ബായിന്റെ അവിടെ നിർത്തിയപ്പോൾ തൊട്ട് മുമ്പുള്ള ഒരു ചെറിയ അലിഫ് ഉണ്ട്. ആ അലിഫ് നീട്ടാനുള്ളതാണ് അല്ലെ. അലിഫ് യാ വാവ്. അപ്പോ നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. അവിടെ നിർത്തിയപ്പോൾ ഹഖ് എന്നുള്ളത് സുക്കൂൻ കൊടുത്തു. നിർത്തിയപ്പോൾ ഖാഫിന് സുക്കൂൻ ബിൽ ഹഖ്. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل. ലാമിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള യാ ആയതുകൊണ്ട് മദ് ആരിൽ വന്നു. ഒന്നുകൂടെ അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل. മുസദ്ദിഖൻ ലിമ. അവിടെ തൻവീൻ വന്നു. മുസദ്ദിഖൻ തൻവീന്റെ ശേഷം ലാമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മുസദ്ദിഖൻ ലിമ എന്ന് പറയരുത്. മുസദ്ദിഖൻ ലിമ ബൈന യദൈഹി വഅൻസല التوراة والإنجيل. وأنزل التوراة وأنزل التوراة والإنجيل. وأنزل التوراة. ല്ലേ അവിടെ എന്ത് ചെയ്തു? വഅൻസൽ. അവിടെ എന്ത് ഇഖ്ഫ വന്നിട്ടുണ്ട്. സുക്കൂനുള്ള നൂന്റെ ശേഷം സായി വന്നിട്ടുണ്ട്. ഇഖ്ഫ ചെയ്യണം. വഅൻസല എന്ന് വ്യക്തമാക്കി പറയരുത്. വഅൻസല التوراة والإنجيل. അവിടെ ഇഖ്ഫ ചെയ്യണം. നൂന്റെ ശേഷം ജീമാണ് വന്നിട്ടുള്ളത്. അലിഫ് ലാം
മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل. ഇനി നാലാമത്തെ ആയത്ത് من قبل هدى للناس وأنزل الفرقان. من قبل هدى للناس وأنزل الفرقان. ഹുദല്ലി തൻവീന് ശേഷം ലാമു വന്നു. ഇദ്ഗാം ബിലാഉന്നയുടെ അക്ഷരമാണ്. സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ലാമോ റാഓ വന്നാൽ ഇദ്ഗാം ബിലാഉന്നയാണ്. നേരെ തൻവീനിനെ ലാമിലേക്ക് കൊടുക്കുക. അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമാണ് വന്നതെങ്കിൽ സുക്കൂനുള്ള നൂനിനെ ലാമിലേക്ക് കൊടുക്കുക. എന്നിട്ട് ലാം ഉച്ചരിക്കുക, നൂൻ ഒഴിവാക്കുക. ലാം കട്ടി കൂടുകയും ചെയ്യും, ശബ്ദം ഉണ്ടാവും അല്ലേ. ഹുദല്ലി ഹുദല്ലിന്നാസ്. അപ്പൊ തൻവീനിന്റെ ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാമോ റാഓ വന്നാൽ ഹുദൻ എന്ന് പറയാതെ ഹുദല്ലി ഹുദല്ലി ഈ രൂപത്തിൽ പാരായണം ചെയ്യുക. അതുപോലെ തന്നെയാണ് സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. അവിടെ നൂൻ, ഇവിടെ ലാമോ റാഓ വന്നാൽ ഇദ്ഗാമും ബിലാഉന്നയാണ്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ അല്ലെങ്കിൽ തൻവീനിന്റെ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. നൂനിന്റെ സ്ഥാനത്ത് മീം ഉള്ളതുപോലെ പറയുക, എന്നിട്ട് മറച്ച് മണിക്കുക. അതിന്റെ പേരാണ്, മീമാക്കി മാറ്റുന്നതിന്റെ പേരാണ് ഇഖ്ലാബ്. അതുപോലെ തന്നെ സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിന്റെ ശേഷം പിന്നെ നൗമി, നൂന് വാവ് മീമ് യാ, ഇദ്ഗാം ബിലാഉന്നയെ പോലെ തന്നെയാണ് കൂട്ടി യോജിപ്പിക്കുക, കൂടെ മണിക്കുകയും ചെയ്യുക. അതാണ് അവിടുത്തെ നിയമം. ഇദ്ഗാമും ബിലാഉന്നയും ഇദ്ഗാമും ബിഉന്നയും രണ്ടും ഒരുപോലെ ആവൂല. ഒരുപോലെ ആണെങ്കിൽ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇദ്ഗാമും ബിലാഉന്നയുടെ കൂട്ടത്തിൽ കൂട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇദ്ഗാമും ബിഉന്നയും ഇദ്ഗാമും ബിലാഉന്നയും തമ്മിലുള്ള മാറ്റം എന്താ? ഒന്ന് മണിക്കുന്നു, ഒന്ന് മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുന്നു. ഇദ്ഗാമും ബിലാഉന്ന എന്ന് പറഞ്ഞാൽ ലാമും റാവും വന്നാൽ മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. ഇദ്ഗാമും ബിഉന്ന, നൗമി, നൂന്, വാവ്, മീമ, യാ എന്നീ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ മണിച്ച് എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിച്ചിട്ട് മണിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി ആറക്ഷരങ്ങൾ, ഇദ്ഗാറിന്റെ അക്ഷരങ്ങളായ ആറക്ഷരങ്ങൾ ഹംസ, ഹ, ഐന്, ഗൈന്, ഈ ആറക്ഷരങ്ങൾ വന്നാൽ നൂനിനെ തൻവീനെ വ്യക്തമായിട്ട് ഉള്ളതുപോലെ പറയുക. വ്യക്തമായിട്ട് നൂനിന് സുക്കൂൻ കൊടുത്തിട്ട് തൻവീനെ തൻവീനാക്കിയിട്ട് തന്നെ വ്യക്തമായി പറയുക. അതാണ് ഇദ്ഹാർ. ഇതല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങൾ, ഇപ്പൊ ഈ പറയപ്പെട്ട 13 അക്ഷരമല്ലാത്ത ബാക്കി 16 അക്ഷരങ്ങൾ, അറബിയിൽ 28 അക്ഷരമാണുള്ളത്. അതിൽ 13 അക്ഷരങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഈ പറയാത്ത ബാക്കി സീന്, ഷീൻ ഇങ്ങനെ തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ ഉണ്ടല്ലോ, ബാക്കി 15 അക്ഷരങ്ങൾ, അത് മുഴുവനും ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ്, മറച്ച് മണിക്കേണ്ട അക്ഷരങ്ങളാണ്. അതിൽപ്പെട്ടതാണ് വഅൻസലൽ ഫുർഖാൻ. നൂനിന് ശേഷം സായി വന്നു അല്ലേ, ഇഖ്ഫാ ചെയ്യണം. വഅൻസല എന്ന് വ്യക്തമായിട്ട് പറയില്ല. വഅൻസലൽ ഫുർഖാൻ പറഞ്ഞല്ലോ. മിൻ ഖബ്ലു, മിൻ ഖബ്ൽ, അവിടെ നിന്നാണ് നൂനിന് ശേഷം ഖാഫ് വന്നു, ഇഖ്ഫാന്റെ അക്ഷരമാണ്. മിൻ ഖബ്ലു ഹുദൽ ലിന്നാസി വഅൻസലൽ ഫുർഖാൻ. അവിടെ വഖഫ് ചെയ്തപ്പോൾ നൂനിന് ഫുർഖാന എന്നുള്ള നൂനിന് സുഖം കൊടുത്തു. തൊട്ട് മുമ്പുള്ള നീട്ടാനുണ്ടാകുമ്പോൾ അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. വഖഫ് ചെയ്യാന്ന് പറഞ്ഞാൽ നിർത്തേണ്ടത്.
നിർത്തുക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴാണ് നിർത്തുക? ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. അതിൻ്റെ ആണ് വഖഫ് എന്ന് പറയാം. ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക? ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. ഓത്ത് തീരെ മുഴുവനായിട്ട് നിർത്തുന്നതിനല്ല, ശ്വാസം വിടാൻ വേണ്ടി. നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടേണ്ടി വരുമല്ലോ, ആ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയാം. ഇന്നല്ലദീന കഫറൂ ബിആയാതില്ലാഹി ലഹും അദാബുൻ ശദീദ്. ഇന്നല്ലദീന കഫറൂ, ശദ്ദുള്ള നൂന് മീമ്, ഇത് എവിടെ കണ്ടാലും ഒന്ന് മണിക്കുക. ഇന്നല്ലദീന കഫറൂ ബിആയാതില്ലാഹി ലഹും അദാബുൻ ശദീദ്. അദാബുൻ ശദീദ് തൻവീന് ശേഷം ഷീനാണ് വന്നിട്ടുള്ളത്, ഇഖ്ഫാ ചെയ്യണം. അദാബുൻ ശദീദ് ലഹും അദാബുൻ ശദീദ് വല്ലാഹു അസീസുൻ ദുൻതിഖാം. വല്ലാഹു അസീസുൻ ദുൻതിഖാം. ദുൻതിഖാം തൻവീൻ കസ്റാണ്. തൻവീൻ ഫത്ഹ് ആണെങ്കിൽ തൻവീൻ ഫത്ഹ് പോലെ ഉച്ചരിക്കുകയുള്ളൂ. ഇവിടെ തൻവീൻ ഫത്ഹ് ഉള്ളിടത്ത് എന്ത് ചെയ്യാ? മാറ്റമുണ്ട് അല്ലേ? അതുപോലെ തന്നെ നീട്ടാനുള്ള സ്ഥലത്തും മാറ്റമുണ്ട്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അവസാനം സുക്കൂൻ ചെയ്യണം. ഇവിടെ മീമിന് സുക്കൂൻ ചെയ്തു, തൊട്ട് മുമ്പുള്ള നീട്ടാനുണ്ട്. അപ്പോൾ അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അതിന്റെ പേരാണ് മദ്ദ് ആരിദ്. ദൂ ഇന്തിഖാം എന്നല്ല, അങ്ങനെയാണ് ഉള്ളത് അല്ലേ? ദൂ ഇന്തിഖാം എന്നാണ് ഉള്ളത്. ഇവിടെ കൂട്ടി വായിക്കുമ്പോൾ പിന്നുള്ളത് സുക്കൂനുള്ള നൂനാണ്. ആ നൂനാണ് അവിടെ ഉള്ളത്. വാവ് ഉച്ചരിക്കുകയില്ല, വസ്ലിന്റെ ഹംസ ഉച്ചരിക്കുകയില്ല. നീട്ടാനുള്ളതിന് ശേഷം സുക്കൂനാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പദങ്ങളിലൊക്കെ എന്ത് ചെയ്യും? ഈ അക്ഷരങ്ങൾ നീട്ടാനുള്ളത് അതൊക്കെ എന്ത് ചെയ്യും? ഒഴിവാകുന്നതാണ്. അപ്പൊ അവിടെ ഇഖ്ഫാ ചെയ്യണം. നൂനിന്റെ ശേഷം ത ആണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോ ഇഖ്ഫാ ചെയ്യുക. ഇഖ്ഫാന്റെ അക്ഷരമാണ് ത. വല്ലാഹു അസീസുൻ, അവിടെയും തൻവീന്റെ ശേഷം ദാല് വന്നു. ഇഖ്ഫാന്റെ അക്ഷരമാണ് ദാല്. അപ്പൊ അത് നേരത്തെ പറയാത്ത 15 അക്ഷരത്തിൽപ്പെട്ടതാണ് ദാല്. വല്ലാഹു അസീസുൻ ദുൻതിഖാം. ഒന്ന് ഓതി നോക്കി. മിൻ ഖബ്ലു ഹുദൻ ലിന്നാസി വഅൻസലൽ ഫുർഖാൻ. ഇന്നല്ലദീന കഫറൂ ബിആയാതില്ലാഹി ലഹും അദാബുൻ ശദീദ് വല്ലാഹു അസീസുൻ ദുൻതിഖാം. അഞ്ചാമത്തെ ആയത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ സംശയം ചോദിച്ചിരുന്നു, ജുസ് എങ്ങനെയാണ്, ഏത് പേജിലാണ് ഉണ്ടാവുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ 30 ജുസ് ആണുള്ളത്. ഈ 30 ജുസ് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസ്ഹഫിലുള്ളത് ഏകദേശം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നോക്കിയാൽ മതി. 22, 42, 22 വരെയാണ് ഒരു ജുസ്. 1 മുതൽ 22 പേജ് വരെയാണ്. 22 എന്നുള്ള നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറുള്ള പേജ് വരെയാണ് ഒന്നാമത്തെ ജുസ്. രണ്ടാമത്തെ ജുസ് തുടങ്ങുന്നത് അവിടെ മുതൽ 42ാമത്തെ പേജ് വരെ. അത് മുതൽ 62ാമത്തെ പേജ് വരെയാണ് മറ്റൊരു ജുസ് തുടങ്ങുന്നത്. ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസാഫിൽ എല്ലാ മിക്ക പേജുകളിലും
പിന്നെ 22, പിന്നെ ഒരു 20 പേജ് കഴിഞ്ഞിട്ട് 42, പിന്നെ ഒരു 20 പേജ് 62, 82, പിന്നെ 102, 122, 142. ഏകദേശ കണക്കാണ് പറഞ്ഞത്, എല്ലാം കറക്റ്റ് അല്ല. ആ 22, 42 അതിൻ്റെ തൊട്ടും ആ പരിസരത്ത് ആ പേജിൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പേജിലായിട്ട് ആ ജുസിന്റെ ഒരു ചിഹ്നം ഉണ്ടാവും. ഒന്നുകിൽ സ്റ്റാർ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് എന്തെങ്കിലും ഒരു ചിഹ്നമായിട്ട് അവിടെ ഉണ്ടാവും. സൈഡിൽ ജുസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അവിടെയാണ് ജുസ് കഴിയുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ മിക്ക പേജുകളിലും 62, 82 തുടങ്ങിയ പേജുകളിലാണ് ഉള്ളത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ 1-2 ആയത്ത് അപ്പുറം ഇപ്പുറമൊക്കെ മാറാൻ സാധ്യത. ഏകദേശം ആ പേജിൽ തന്നെ ആയിരിക്കും. അപ്പുറവും ഇപ്പുറമായിട്ട് പിന്നെ ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ. മിക്ക പേജുകളിലും 62ാമത്തെ പേജ് അല്ലെങ്കിൽ പിന്നെ 22 എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ 21ഓടുകൂടെ ആ 1ാമത്തെ ജ്യൂസ് അവസാനിക്കുകയാണ്. മിക്ക പേജുകളിലും അങ്ങനെയാണുള്ളത്. 1-2 പിന്നെ പേജുകളിൽ അപ്പുറപ്പുറമൊക്കെ ആയിട്ട് ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് മാത്രം. നമ്മൾ ഓതുമ്പോൾ എന്ത് ചെയ്യാം, ജുസ് കണക്കാക്കി ഓതുക, അല്ലെങ്കിൽ പേജ് കണക്കാക്കി ഓതുക, അല്ലെങ്കിൽ സൂറത്ത് കണക്കാക്കി ഓതുക, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു അടയാളമായിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കുക. അതൊക്കെ നല്ലതാണ്, അടയാളം ഒന്നും മാറാതിരിക്കാൻ. വിശുദ്ധ ഖുർആനിൽ മറ്റൊന്നും വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു വസ്തുവും വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ഹദ്ദാദിന്റെ ഒരു ഏടെടുത്തിട്ട് ആ ഏടെടുത്തിട്ട് മുസാഫിൽ വെക്കാൻ പാടില്ല. സംഗതി മൗലൂദ് അല്ലെങ്കിൽ മൗലൂദിന്റെ ഏടാണ് എന്ന് അതിൻ്റെ മൗലൂദിന്റെ ഏടിൽ നിന്നൊരു പേജ് കഷ്ണം പോന്നിട്ടുണ്ടെങ്കിൽ അതിർത്തിയാണ് ഖുർആനിൽ വെക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ ഖുർആനും അല്ലാത്ത മറ്റൊരു സംഗതിയും വെക്കാൻ പാടില്ല. ശരിക്കും അടയാളം തന്നെ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് തിരിയാൻ വേണ്ടി വലിയ പേജൊക്കെ ഒന്നായിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് വിശുദ്ധ ഖുർആനിൽ ഒരു പേജൊക്കെ കണക്കിന് എന്തെങ്കിലും വെക്കാറുണ്ട്. അതൊക്കെ ഒഴിവാക്കുക. ചില ആളുകൾ അതിൽ വലിയ പേപ്പറൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു വസ്തുക്കളും വെക്കാൻ പാടില്ല. അത് അതിൻ്റെതായ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ എപ്പോഴും വെക്കുക. വെക്കേണ്ട സ്ഥലത്ത് വെക്കുക, ഉയർന്ന സ്ഥലത്ത് വെക്കുക. വെക്കുമ്പോൾ ഏറ്റവും ടോപ്പിലായിരിക്കണം വിശുദ്ധ ഖുർആൻ ഉണ്ടായിരിക്കേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കാതെ പോകാനും പാടില്ല. അത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത്. വെക്കേണ്ടതും ആദരിക്കേണ്ടതും. നമ്മൾ ഒരാൾ ഓതിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് അതിനെ അനാദരിച്ചാൽ ആദരിക്കേണ്ട രൂപത്തിൽ ബഹുമാനിക്കേണ്ട രൂപത്തിൽ അത് ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ കേടായിട്ട് മാറും. അല്ലാഹു തആല നമ്മളൊക്കെ വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യുന്നതൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മുടെ കൂടെ ഖബറിലേക്ക് വരും. നമുക്ക് ശുപാർശയായിട്ട് വിശുദ്ധ ഖുർആൻ വരും എന്ന പ്രതീക്ഷ നമുക്കൊക്കെ ഉണ്ട്. ആ ഒരു പ്രതീക്ഷയോടുകൂടെയാണ് നമ്മളൊക്കെ പാരായണം ചെയ്യുന്നത്. അല്ലാഹു തആല നമുക്കൊക്കെ വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 5ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർള്. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ഇവിടെ ശൈഉൻ ഫിൽ അർള് തൻവീന് ശേഷം ഫ ആണ് വന്നിട്ടുള്ളത്. ഇഖ്ഫായിന്റെ അക്ഷരമാണ്. ആദ്യം തുടക്കം ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി എന്നല്ല, ശൈഉൻ എന്നായാൽ എന്തായി? അവിടെ ശൈഉൻ എന്ന തൻവീൻ, അതിലുള്ള തൻവീന് വെളിവായി, വ്യക്തമായി. അപ്പൊ പിന്നെ ഇദ്ഹാറാണ് ആവുക. അങ്ങനെ പറയണമെങ്കിൽ ശേഷമുള്ള ഇദ്ഹാറിന്റെ അക്ഷരമായ 6 അക്ഷരങ്ങളായിരിക്കണം. ഇവിടെ ഇഖ്ഫായിന്റെ അക്ഷരമാണ്. ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. അവിടെ മദ് മുത്തസ്സിലാണ് അല്ലേ? ഒന്നുകൂടെ
إن الله لا يخفى عليه شيء في الأرض ولا في السماء هو الذي يصوركم في الأرحام كيف يشاء هو الذي കുട്ടി വായിക്കട്ടെ രൂപം എങ്ങനെ ഹുവല്ല അതിൻ്റെ അടിയിലുള്ള വസലിൻ്റെ ഹംസ ആലിഫ് ഒഴിവാകുന്നതാണ്. അതെന്താണ്? ചേർത്തി വായിക്കുമ്പോൾ ആ ചിഹ്നമുള്ള ഹംസ കാണുമ്പോൾ അലിഫാണ് അല്ലേ, അതിന് വസലിൻ്റെ ഹംസ എന്ന് പറയാം. അത് ഉച്ചരിക്കുകയില്ല. അലിഫ് എന്ന് ശരിക്കും എപ്പോഴാ പറയാ? നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിന് മാത്രമേ അലിഫ് എന്ന് പറയുള്ളൂ. അലിഫിന്റെ മുകളിൽ ഫത്ഹ് ഇട്ടാൽ അത് ഹംസയായിട്ട് മാറി, കസ്റിട്ടാൽ ലൊമ്മിട്ടാൽ അത് ഹംസയായിട്ട് മാറി. നീട്ടാൻ ഉപയോഗിക്കുന്ന ഇവിടെ കണ്ടില്ലേ, ആയത്തിൽ കണ്ടില്ലേ, വല അവിടെ ലാമിന്റെ ശേഷം ഒരു അലിഫുണ്ട്, ഫിസ്സമാ മീമിന്റെ ശേഷം ഒരു അലിഫുണ്ട്. ആ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ്, ആ അക്ഷരമാണ് അലിഫ്. സാധാരണ നമ്മൾ പണ്ട് മുതലേ അലിഫ് എന്ന് പറയാം അല്ലേ. അത് അലിഫിന്റെ മുകളിൽ ഫത്ഹ് ഇട്ടാ പിന്നെ അത് ഹംസയായിട്ട് മാറി. അതിന്റെ പേരെന്താണ്? ഹംസ എന്നാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അത് അപ്പോ അപ്പൊ വസലിന്റെ ഹംസ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ لا إله إلا هو العزيز الحكيم لا إله إلا هو العزيز الحكيم مد منفصل لا إله إلا هو العزيز الحكيم മദ്ദ ആരിൽ നിന്നു ഹക്കീം. ഒന്നുകൂടെ ഇവിടെ കണ്ടില്ല, യുസവ്വിറുകും ഫിൽ അർഹാം. കും സുക്കൂനുള്ള മീം വന്നു. മീമിന്റെ നിയമങ്ങൾ 3 എണ്ണമാണ്. മീമിന്റെ ശേഷം മീമാണ് വന്നതെങ്കിൽ, മീമിന്റെ ശേഷമുള്ള അക്ഷരം മീമാണ്. ഏത്? സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമാണ് വന്നതെങ്കിൽ, സുക്കൂണുള്ള മീമിന് ശേഷം പിന്നെ മീമ് വരൂല. പിന്നെ ഫത്ഹ് ആക്കപ്പെട്ട മീം, കസ്റാക്കപ്പെട്ട മീം, അല്ലെങ്കിൽ ലൊമ്മാക്കപ്പെട്ട മീമ വരുള്ളൂ. സുക്കൂനുള്ള മീമിന് ശേഷം പിന്നെയും സുക്കൂന് വരില്ല. അപ്പൊ ആദ്യത്തെ സുക്കൂന്, ഇപ്പൊ ഇവിടെ സുക്കൂനാണല്ലോ, സുക്കൂനുള്ള മീമിന്റെ ശേഷം ഫത്ഹ് ആണെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല. സുക്കൂനുള്ള മീമാണ് വന്നതെങ്കിൽ അതിന്റെ ശേഷമുള്ള അക്ഷരം ഏതാണ് എന്ന് നോക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സുക്കൂനുള്ള നൂനാണ് വന്നതെങ്കിൽ നൂനിന്റെ ശേഷമുള്ള അക്ഷരം നോക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ തെൻവീന്, ഫത്ഹ ആക്കപ്പെട്ട നൂനാണെങ്കിൽ പിന്നെ അതിന്റെ ശേഷമുള്ള ഏതാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് സുക്കൂനുള്ള മീമ് വന്നാൽ അതിന്റെ ശേഷമുള്ള അക്ഷരം 3 ഭാഗമാണ്, 3 പാർട്ടാണ്. അതിൽപ്പെട്ട മീമിന്റെ ശേഷം സുക്കൂനുള്ള മീമിന്റെ ശേഷം സുക്കൂനുള്ള മീമായിരിക്കണം അല്ലെ. അവിടെ മീമിന് സുക്കൂൻ ഉണ്ടെങ്കിലും ഫത്തും കസ്റും ലൊമ്മ ഒന്നും ഇല്ലെങ്കിലും മീമിന് സുക്കൂനാണ്. ഇവിടെ സുക്കൂൻ കൊടുത്തിട്ടുണ്ട്. ഈ മീമിന് സുക്കൂൻ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും സുക്കൂനുള്ള മീമിന്റെ ശേഷം 28 അക്ഷരത്തിൽപ്പെട്ട മീമ വന്നു അല്ലെ. മീമിന്റെ ശേഷം മീമ വന്നു. മീമിന്റെ ശേഷം മീമ വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. നേരെ ആദ്യത്തെ മീമിന്റെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, എന്നിട്ട് മണിക്കുക. മീമിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ, മീമിന്റെ ശേഷം സുക്കൂനുള്ള മീമിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ അവിടെ മറച്ച് മണിക്കുക, ഇഖ്ഫാ ചെയ്യുക. ഇനി സുക്കൂനുള്ള മീമിന്റെ ശേഷം ഈ പറഞ്ഞ 2 അക്ഷരമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നു, ബാക്കി ഏതെന്ന് പറയാൻ മുഴുവൻ അക്ഷരം 26 അക്ഷരം ഉണ്ടാവും. മീമും ബാഹുമല്ലാത്ത 26 അക്ഷരത്തിൽ ഏതക്ഷരം വന്നാലും മീമിനെ വ്യക്തമായിട്ട് പറയുക. യുസവ്വിറുകും മീം വന്നു, മീമിന്റെ ശേഷം ഫ ആണ്, മീമും ബഉമല്ല, അപ്പോ വ്യക്തമായിട്ട് പറയണം. യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ. അപ്പൊ അത് മനസ്സിലായല്ലോ. لا إله إلا هو العزيز الحكيم
ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഏഴാമത്തെ ആയത്ത് ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ്. ഞാൻ അവിടെ നിർത്തിയപ്പം ബായിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അരിഫായത് കൊണ്ട് നീട്ടാനുള്ളത് കൊണ്ട് മദ്ദ് ആരിൽ വന്നു. ഹുവല്ലദീ അവിടെ യാ വന്നു. അവിടെ കൂടുതൽ നീട്ടേണ്ടത് വന്ന കാരണം ശേഷമുള്ളത് ഹംസയാണ്, അടുത്ത പദത്തിൽ ഹംസയാണ്. അപ്പൊ നീട്ടാൻ ഉപയോഗിക്കുന്ന പിന്നെ വാക്കിന്റെ അവസാനത്ത് നീട്ടാൻ വരികയും ശേഷമുള്ളത് ഹംസയാവുകയും ചെയ്താൽ അവിടെ മദ് ഉണ്ടാവും. ആ മദ്ദിന്റെ പേരാണ് മദ് മുൻഫസിൽ. ഒരേ വാക്കിലാണ് ഹംസ വന്നതെങ്കിൽ മദ് മുത്തസിലാണ്. യശാ എന്ന് പറഞ്ഞല്ലോ, കണ്ടില്ല? യശാ കൈഫ യശാ. ഇവിടെ നിന്നാണ് നീട്ടാൻ ഉപയോഗിച്ച അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലായതുകൊണ്ട് മദ് മുത്തസിലാണ്. ഇവിടെ മദ് മുൻഫസിലാണ്. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്. അവിടെ നിർത്തി തൻവീൻ ഫത്ഹ, പിന്നെ തൻവീൻ ലമ്മാണ്. തൻവീൻ ലമ്മ സുക്കൂൻ കൊടുക്കണം. ആയാത് ആയാതും മുഹ്കമാതുൻ ഹുന്ന ഉമ്മുൽ കിതാബ് മിൻഹു ആയാതും ലാ തൻവീൻ ശേഷം മീമാണ്. ആയാതും മുഹ്കമാത്. തൻവീൻ ശേഷം മീമു നൗമി നൂന് വാവ് മീമ യാ ഇദ്ഗാം ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക. ആയാത്തുൻ എന്ന തുൻ തൂന് അതിലുള്ള നൂന്, ആ തൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് കൊടുക്കും. ആയാതും മുഹ്കമാത്. മുഹ്കമാതുൻ മുഹ്കമാതുൻ തുടക്കം ആണെങ്കിൽ ശബ്ദം ഉണ്ടാവുകയില്ല. മുഹ്കമാത്ത് എന്ന് പറയണ്ട, തുടക്കത്തിലാണ് പറയുന്നത്. നമ്മൾ നിർത്തി പിന്നെ ഞാൻ തുടങ്ങാണ്, അപ്പൊ പിന്നെ ശബ്ദം പറയണ്ട. മുഹ്കമാതുൻ മുഹ്കമാതുൻ ഹുന്ന ഉമ്മുൽ കിതാബ്. മുഹ്കമാതുൻ തൻവീൻ വന്നു. തൻവീന്റെ ശേഷം ഹ ആണ്. ഹംസ അക്ഷരമാണ്, വെളിവാക്കണം. മുഹ്കമാതുൻ മുഹ്കമാതുൻ ഹുന്ന ഉമ്മുൽ കിതാബി വഉഖറു മുതശാബിഹാത്. وأخر متشابهات فأما الذين في قلوبهم زيغ فيتبعون فأما الذين شد اللميم أنا أشمر ألف ഉണ്ട്. فأما الذين എന്ന് പറയില്ല, കാരണം നീട്ടാൻ വന്നു. നീട്ടാനുള്ള ശേഷം ലാമിന് ഷദ്ദാണ്. ഷദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുക്കൂനാണ്. ഷദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലി പ്ലസ് ലാ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം സുക്കൂൻ ഉണ്ട് അവിടെ. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഫഅമ്മല്ലദീന ഫീ ഖുലൂബി ഫഅമ്മല്ലദീന എന്ന് പറയില്ല. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ فأما الذين في قلوبهم زيغ فيتبعون ما زيغ إخفاجنا فيتبعون ما تشابه منه ابتغاء الفتنة منه ابتغاء ها ആണ് ഹു മിൻഹു. പിന്നെ ഒരു അലിഫാണ്, വസ്ലിന്റെ ഹംസയാണ്. ഹംസ ഉച്ചരിക്കുകയില്ല, കൂട്ടി വായിക്കുമ്പോൾ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന وابتغاء تأويله وابتغاء تأويله കൂട്ടി വായിക്കാൻ രൂപം മനസ്സിലായില്ലേ? വബ്
وابتغاء تأويله وما يعلم تأويله إلا الله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به شد الله نونان മണിക്കണം എന്ന് പറയാം. അതാണ് മണിക്കല്. യഖൂലൂന ആമന്നാ ബിഹി നിർത്തി, ബിഹി എന്നുള്ള നിർത്തിയപ്പോൾ ബിഹി ബിഹ് 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 എന്നല്ല ബിഹ്. യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ കുല്ലും മിൻ ഇൻദി റബ്ബിനാ. ഇവിടെ കുല്ലുൻ തൻവീൻ വന്നു, ശേഷമുള്ളത് മീമാണ്. നൗമി നൂന് വാവ് മീമ് യാ കൂട്ടി യോജിപ്പിക്കുക, മണിക്ക. കുല്ലും മിൻ അവിടെ വെളിവാക്കാൻ കാരണം ശേഷമുള്ളത് ഐനാണ്, ഇദ്ഹാർ ചെയ്യണം. കുല്ലും മിൻ ഇൻദി റബ്ബിനാ വമാ യذكറു ഇല്ലാ ഉലുൽ അൽബാബ് ഇല്ലാ ഉലുൽ അൽബാബ് وما يذكر إلا أولو الألباب إلا ഊലുൽ എന്ന് വായിക്കരുത്. വാവിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു ചെറിയൊരു 0 മാർക്ക് ഉണ്ട്. ആ 0 മാർക്കുള്ള വാവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്ഷരങ്ങളൊന്നും ഉച്ചരിക്കുകയില്ല. ഉലുൽ ഉലു കഴിഞ്ഞിട്ടൊരു വാവുണ്ട്, വാവ് ഉച്ചരിക്കൂല. കാരണം ഉലു എന്നാണുള്ളത് അല്ലേ? വാവ് ആദ്യത്തെ വാവ് ഉച്ചരിക്കൂല എന്ന് പറഞ്ഞു, പിന്നെ ഉലു എന്നാണുള്ളത്. എന്നുള്ളതല്ല, ഉലു ലാമിന്റെ ശേഷമുള്ള വാവ്. ഉലൂൽ അൽബാബ് എന്നാണുള്ളത്. അത് നീട്ടാനുള്ള വാവാണ്. ഉലൂ എന്നുള്ള വാവ്, അവിടെ ഒരു വാവ് ഉണ്ടല്ലോ, നീട്ടാനുള്ള വാവാണ്. ശേഷമുള്ളത് സുക്കൂനാണ്. അപ്പൊ പിന്നെ ചെയ്യൂല, ഉലൂൽ എന്ന് പറയില്ല, ഉലുൽ അൽബാബ്. ഉലുൽ എന്താ കാരണം? അറബിയിൽ ഒരു നിയമങ്ങൾ ഉണ്ട് അല്ലേ? 2 സുക്കൂനുകൾ ഒരുമിച്ച് വരില്ല എന്നുള്ളത്. ഉലുൽ അൽബാബ് വമാ യذكറു ഇല്ലാ ഉലുൽ അൽബാബ്. ഓതി നോക്കി. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات فأما الذين في قلوبهم വ്യക്തമാക്കണം, ഇല്ലാർന്ന അക്ഷരമാണ്. في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب. എട്ടാമത്തെ ആയത്ത്, ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. ഇതൊരു നല്ലൊരു ദുആണ്. ربنا لا تزغ قلوبنا بعد إذ هديتنا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഇവിടെ
വഹബ് ലനാ മിൻ നൂനിന്റെ ശേഷം ലാമാണ് വന്നിട്ടുള്ളത്. ലാമ് റാ വന്നാൽ എന്ത് ചെയ്യണം? നേരെ മില്ല എന്ന് പറഞ്ഞ് കൂട്ടി യോജിപ്പിക്കാൻ, നൂനിനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിക്കാൻ നൂന് പറയാതെ മില്ലദുൻക. അവിടെ ദാലിന്റെ ശേഷം നൂനുണ്ട്, സുക്കുള്ള നൂനുണ്ട്. നൂനിന്റെ ശേഷം വന്ന അക്ഷരം കാഫായത് കൊണ്ട് ഇഖ്ഫാ ചെയ്യണം. മില്ലദുൻക റഹ്മ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അത്താ കണ്ടില്ലേ? അവിടെ വഖഫ് ചെയ്തപ്പോ റഹ്മ, അവിടെ നിർത്തുന്നില്ല എങ്കിൽ തൻവീന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്, ഈ എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇദ്ഗാം ചെയ്യണം. റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ഒന്നുകൂടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഒമ്പതാമത്തെ ربنا إنك جامع الناس ليوم لا ريب فيه ربنا إنك. അവിടെ റബ്ബന മദ് മുൻഫസിലാണ്. അടുത്ത വാക്കിലാണ് ഹംസ വന്നിട്ടുള്ളത്, ഈ എന്നുള്ള വന്നിട്ടുള്ളത്, മദ് മുൻഫസിൽ. റബ്ബന ഇന്നക ജാമിഉൻ നാസ്, ശദ്ദുള്ള നൂന്, ഇന്നക ജാമിഉൻ നാസ്. ഇവിടെ കണ്ടിട്ട് ശദ്ദുള്ള നൂനുണ്ട്, മണിക്കണം. ലിയൗമില്ല തൻവീന് ശേഷം ലാം വന്നു. തൻവീന്റെ ശേഷമോ സുക്കുള്ള നൂന്റെ ശേഷമോ ലാം വന്നാൽ, ലാമോ റാ വന്നാൽ കൂട്ടി യോജിപ്പിക്കുക. നേരത്തെ പറഞ്ഞു ഇദ്ഗാം ബിലാഉന്നയുടെ അക്ഷരമാണ്. ലിയൗമിൻ ലാ എന്നല്ല, ലിയൗമിൽ ലാ റൈബ ഫീഹി. ഫീഹി എന്നുള്ളടത്ത് വഖഫ് ചെയ്ത ഫീഹി, ഹായിന് സുക്കൂനെ തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് മദ് ആരിദ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. പത്താമത്തെ إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا إن الذين كفروا لن تغني عنهم لن إخفاء نون اسم تاء വന്നിട്ടുള്ളത്. لن تغني عنهم تغني عنهم أموالهم മീമിന്റെ ശേഷം വാവ് വന്നു. അതിന് മുമ്പ് അൻഹും മീമിന്റെ ശേഷം ഹംസ വന്നു. ഇദ്ഗാം ചെയ്യും. രണ്ട് സ്ഥലത്തും വ്യക്തമായിട്ട് പറയാം. മീമിന്റെ നിയമമാണ്. മീമിന്റെ നിയമം മീമിന്റെ ശേഷം മീം വന്നാൽ, മീമിന്റെ ശേഷം ബ വന്നാൽ, മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ. ബാക്കി ഏത് അക്ഷരം വന്നാലും ഇദ്ഗാർ അതിൽപ്പെട്ടതാണ്, ഇദ്ഗാറിൽപ്പെട്ടതാണ്. അൻഹും അംവാലുഹും, അവിടെയും അംവാലുഹും വലാ ഔലാദുഹും. ഇവിടൊക്കെ എന്ത് ചെയ്യണം? ഇവിടൊക്കെ സുക്കൂണുള്ള മീം വന്നിട്ടുണ്ട്. ശേഷമുള്ളത് അല്ലേ ഇദ്ഗാറിന്റെ അക്ഷരങ്ങളാണ്, ഒക്കെ ഇദ്ഗാറിന്റെ അക്ഷരങ്ങളാണ്. അപ്പൊ ഇവിടൊക്കെ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് പറയണം. لن تغني عنهم أموالهم ولا أولادهم من الله شيئا. തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ഹാണെങ്കിൽ ഷൈഅൻ
എന്നല്ല, ഷെയ്ഖ് എന്ന് പറയില്ല, തൻവീൻ ഫത്ത് ആയതുകൊണ്ട് അങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നീട്ടാനുള്ള സ്ഥലത്തും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും സുക്കൂനാണ് കൊടുക്കേണ്ടത്. തൻവീൻ ഫത്തും നീട്ടാനുള്ള സ്ഥലവും. ഇതല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? സുക്കൂൻ കൊടുക്കണം. ഔലാദുഹും, ഇവിടെയാണ് നേരത്തെ പറഞ്ഞത് സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം വന്നു അല്ലെ, ഇദ്ഗാമും ബിഗുന്നയാണ്. ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, ഒരു മീമായിട്ട് പറയുന്നു. ഔലാദുഹും മിന, ഹും മിന. അപ്പൊ ആദ്യത്തെ മീം പറയുന്നില്ല, അതുകൊണ്ടാണ് രണ്ടാമത്തെ മീമിന് ശബ്ദ കൊടുത്തത്. ഔലാദുഹും മിനല്ലാഹി ശൈഅ وأولئك هم وقود النار وأولئك هم وقود النار هم وقود എന്നല്ല, هم وقود النار. ഒന്നുകൂടെ. إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك هم وقود النار. 11-ാമത്തെ ആയത്ത്. كدأب آل فرعون والذين من قبلهم. ഫിർഔന റോയിന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർക്കീക്ക് ചെയ്യണം. ഫിർഔന എന്ന് പറയുന്നത് ഫിർഔന لا فرعون لعنة الله عليه. كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم من قبلهم إخفاء كذبوا ഇവിടെയാണ് നിർത്തുന്നതെങ്കിൽ والذين من قبلهم كذبوا അവിടെ ഇങ്ങനെ നിർത്തുക, അങ്ങനെ തന്നെ നിർത്തുക. നീട്ടാനുള്ള സ്ഥലമാണ് സുക്കൂനുള്ള അല്ലേ. പിന്നെ സുക്കൂൻ ചെയ്യേണ്ട സ്ഥലം ഏതൊക്കെയാണ്? തൻവീൻ ഫത്തുവും നീട്ടാനുള്ള സ്ഥലവും അല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവസാനം സുക്കൂൻ ചെയ്യാം. ഇവിടെ സുക്കൂൻ ചെയ്യാനില്ല, കദ്ദബു എന്നാണ് ഓതേണ്ടത്. കാരണം എന്താണ്? നീട്ടാനുള്ള സ്ഥലമായതുകൊണ്ട്. كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب. كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب. 12-ാമത്തെ ആയത്ത്. قل للذين كفروا നിർത്തിയപ്പോൾ കഫറു നീട്ടാനുണ്ട്. കഫറു ഖുല്ലി ആദ്യത്തെ ലാം ഉച്ചരിക്കൂല, ലാമിന് ഫത്ത് കസറൊന്നുമില്ല. ആദ്യത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് കൊടുത്തു, രണ്ടാമത്തെ ലാമിൽ കട്ടി കൂടി ഡബിൾ അക്ഷരമായി മാറി. قل للذين كفروا ستغلبون قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد. قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد وبئس المهاد. അപ്പം ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിൽ പാരായണം ചെയ്യുക. അല്ലാഹു തആല മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പ്രാവശ്യം കൂടി ഓതി നോക്കാം. ഒരുപാട് പ്രയാസമുള്ളവർ, കടമുള്ളവർ,
സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, രോഗമുള്ളവർ, പ്രയാസമുള്ളവർ, വളരെയധികം കിടപ്പിലായവർ, അസുഖബാധിതരായവർ, നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ, ഇങ്ങനെ പല പ്രയാസങ്ങളുള്ളവരാണ്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു തആല സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം അല്ലാഹ്. എല്ലാവിധ കടങ്ങളും നീ വീട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നീക്കണം റഹ്മാനെ. സമ്പത്തിൽ നീ വർധനവ് നൽകണം റഹ്മാനെ, ബറക്കത്ത് നൽകണം റഹ്മാനെ, ഐശ്വര്യം നൽകണം റഹ്മാനെ. ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇനി വരുത്തല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഉള്ളതിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾ ആഫിയത്തിൽ, ഞങ്ങളുടെ ആരോഗ്യത്തിൽ, ഇബാദത്തുകളിൽ, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, വീടുകളിൽ, കുടുംബങ്ങളിൽ, കുടുംബജീവിതത്തിൽ റഹ്മാനെ റബ്ബെ എല്ലാ നിലക്കും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ, മഹബത്ത് നൽകണം റഹ്മാനെ, ഐശ്വര്യം നൽകണം റഹ്മാനെ, റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, നീ നൽകിയതിലൊക്കെ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ മക്കളിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. തഖ്വയിലായിക്കൊണ്ടുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, പൂർണ്ണ ഹിദായത്തിലായിക്കൊണ്ട്, ഈമാനിലായിക്കൊണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. നീ പ്രദാനം ചെയ്യണം റഹ്മാൻ. ആരെല്ലാം ഏതെല്ലാം സമയങ്ങളിൽ വാട്സപ്പിലായിട്ടും മറ്റു കോളുകളായിട്ടും മറ്റുള്ള സമയങ്ങളിലായിട്ട് ആരെല്ലാം ഇവിടെ ഏതെല്ലാം ദിക്കുകളിൽ നിന്ന് ആരെല്ലാം ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ റഹ്മാനെ റബ്ബെ, എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റബ്ബെ, നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ആ പ്രയാസം വീണ്ടും വീണ്ടും പറയുന്നു റഹ്മാനെ റബ്ബെ. ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് സാമ്പത്തികമായിട്ട് തകർന്നു പോയാൽ മാനസികമായിട്ട് തകർന്നു പോവുകയാണ് റഹ്മാനെ റബ്ബെ. നീ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നീ സമ്പത്തിൽ വർധനവ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലികളിൽ നീ വർധനവ് നൽകണേ റഹ്മാനെ, ബറക്കത്ത് നൽകണേ റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നവരുടെ എല്ലാവരുടെ ജോലികളിൽ ഇനി ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾക്കുള്ള എല്ലാവിധ ആശ്രയവും ആ ഒരു കേന്ദ്രമാണ് റഹ്മാനെ റബ്ബെ. ഞങ്ങളെ ഉപ്പമാര്, സഹോദരന്മാർ, ഒരുപാട് ജോലികൾ, അതുപോലെ തന്നെ സഹോദരിമാരൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. എല്ലാവരുടെയും ജോലികൾ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾ എല്ലാവരുടെയും ആശ്രയ കേന്ദ്രം നീ തന്നെയാണ് റഹ്മാനെ റബ്ബെ. എങ്കിലും ഞങ്ങൾ ആ മൈഷത്തിന് വേണ്ടി ഞങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കണമല്ലോ. ആ പരിശ്രമത്തിൽ നീ വിജയം നൽകണം റഹ്മാനെ. എല്ലാ നിലക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ ഖൈർ പ്രദാനം ചെയ്യണ റഹ്മാനെ റബ്ബെ. നീ വേണ്ടത് വേണ്ട സമയത്ത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഒരിടത്ത് ഞങ്ങളെ നീ വഷളാക്കല്ല അല്ലാഹ്, നീ വഷളാക്കല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളെ നാട്ടിൽ നീ സലാമത്ത് നൽകണം റഹ്മാനെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാഹ്. പെടുന്നനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. റഹ്മാനെ റബ്ബെ, മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. കഴിഞ്ഞ ദിവസം ബസ് അപകടത്തിൽപ്പെട്ട മദീനയിൽ, അതുപോലെ തന്നെ മക്കയിലൊക്കെ ഉംറക്ക് വേണ്ടി പോയതും അതുപോലെ തന്നെ സിയാറത്തിനൊക്കെ വേണ്ടി പോയ ആളുകളാണ് റഹ്മാനെ റബ്ബെ. അപകടങ്ങളിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ടു റഹ്മാനെ റബ്ബെ. നമ്മുടെ നാട്ടുകാരാണ് റഹ്മാനെ റബ്ബെ. അവർക്കിനി മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. ശുഹദാക്കളെ മർത്തബയിലേക്ക് എത്തിക്കണം റഹ്മാനെ. പരിപൂർണമായിട്ടും മഖബൂലും മബ്റൂറുമായ ആ ഉംറക്ക് നിർവഹിച്ച് അവരൊക്കെ ചെയ്തവരാണ് റഹ്മാനെ റബ്ബ്. അതൊക്കെ നീ കബൂലാക്കണം റഹ്മാനെ. നീ സ്വീകരിക്കണം റഹ്മാനെ. പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് ഉന്നതമായ പദവിയിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. അവരുടെ കുടുംബത്തിൽ നീ സലാമത്ത് നൽകണം റഹ്മാനെ, സമാധാനം നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, അത്തരം മരണങ്ങളിൽ നിന്ന് തൊട്ട് ഞാൻ കാക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, നീ കാക്കണ റഹ്മാനെ. പെടുന്നതിനുള്ള മരണങ്ങളെ തൊട്ടൊക്കെ നീ കാക്കണ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ടൊക്കെ നീ കാക്കണ റഹ്മാനെ. ഏതായാലും വലിയ പുണ്യമായ ഷറഫാക്കപ്പെട്ട മഹത്തമാക്കപ്പെട്ട സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് അവരൊക്കെ മരണപ്പെട്ടിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ നമുക്ക് മരണപ്പെടാൻ നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് മരണപ്പെടുക എന്നുള്ളത് വലിയ ഒരു സന്തോഷമാണ്. അവിടെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഹബീബായ ലോകത്തിന്റെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പുണ്യമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ആ പുണ്യഭൂമിയിൽ ഒന്ന് മറവിട്ട് കിടക്കുക എന്നുള്ളത് അതൊക്കെ വലിയ നമ്മൾക്ക് ആഗ്രഹിക്കുന്നതാണ്. നല്ല സ്ഥലങ്ങളിൽ എത്തിപ്പെടുക എന്നുള്ളത്. കാരണം ഒരാളുടെ മരണം
ഒരാൾ മരിക്കുന്ന സ്ഥലം അദ്ദേഹത്തെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത മണ്ണിൽ നിന്നായിരിക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ്. മിൻഹ ഖലഖനാകും, നമ്മളൊക്കെ മണ്ണ് വാരിയിടുമ്പോൾ നമുക്ക് പറയല്ലോ, ഖബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ആ ഖബറിൽ മൂടുകല്ല് വെച്ചതിന് ശേഷം അതിന്റെ മേലേക്ക് മണ്ണ് വാരിയിടുകയാണ്. മിൻഹ ഖലഖനാകും വഫീഹ നുഈദുകും വമിൻഹ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മിൻഹ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിപ്പുണ്ടായത്. മിൻഹ ഖലഖനാകും വഫീഹ നുഈദുകും, ഇതിലേക്ക് തന്നെയാണ് മടക്കം, അതിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. അതിൽ നിന്ന് എടുക്കുകയാണ്, അതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, അതിലേക്ക് തന്നെയാണ് മടങ്ങുകയും ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെയാണ് വമിൻഹ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, അതിൽ നിന്ന് തന്നെയാണ് പുനരുത്ഥാനവും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കണക്കാക്കിയത് അവിടെ എത്തിപ്പെടും എന്നുള്ളതാണ്. നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് മരണപ്പെടുക എന്നുള്ളത് അത് ഒരു വലിയ സൗഭാഗ്യമാണ്. അവരെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ച് വലിയ പ്രയാസം, അവർ അപകടം പ്രയാസമുണ്ടാക്കുന്നുവെങ്കിലും ഉംറയിലാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട പുണ്യഭൂമിയിലാണ് അവിടെ നിന്ന് വഫാത്താവുക, അവിടെ നിന്ന് മരണപ്പെടുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ മരണപ്പെടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു തആല നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും മരിക്കാനുള്ളതാണ്. നല്ല ആഫിയത്തും ദീർഘായുസ്സും നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് എവിടെ വെച്ചാണെങ്കിലും ഏത് വയസ്സിലാണെങ്കിലും അല്ലാഹു തആല നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ധാരാളം ആഫിയത്ത് ഉണ്ടാകണം, അതുപോലെ തന്നെ ധാരാളം ദീർഘായുസ്സും കിട്ടണം. അങ്ങനെ കിട്ടി അവസാനം മരിക്കുന്ന സമയത്ത് നല്ല സ്ഥലത്ത്, നല്ല റാഹത്തുള്ള സ്ഥലത്ത് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ, ഈ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. നമ്മളൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് അറിയുന്നവരാണ്, ഓരോ മരണങ്ങളും നമ്മൾക്ക് അറിയുന്നവരാണ്. ഏതോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഏതോ ഒരു കുട്ടിയെ കാണാനില്ല. കുട്ടിയുടെ കൂട്ടുകാരനോട് അന്വേഷിച്ചപ്പോൾ കൂട്ടുകാരന്റെ കൂടെ തിയേറ്ററിൽ വന്നിരുന്നു. അങ്ങനെ അവസാനം ആ കുട്ടിയെ എങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ അവസാനം എത്തിപ്പെട്ടത് എവിടെ വെച്ചാണ്? ആ കുട്ടിയെ എങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. തൻ്റെ കൂട്ടുകാരന്റെ കൂടെ തിയേറ്ററിൽ പോയ കുട്ടിയാണ്. തിരിച്ചു വന്നപ്പോൾ ആ കുട്ടി ഛർദ്ദിക്കാതെ ഇങ്ങനെ തിരിച്ചു പോന്നു. അവസാനം കുട്ടിയോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ കൂടെ തിയേറ്ററിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. നഊദുബില്ല. അങ്ങനെ അവസാനം ഇങ്ങനെ അന്വേഷിച്ചു തിയേറ്ററിൽ പോയി നോക്കിയപ്പോൾ കുട്ടി ഇങ്ങനെ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ചെറുപ്പക്കാരനാണ്. ആ കുട്ടി സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നഊദുബില്ല. നോക്കിയപ്പോ ആ സ്പോട്ടില് അവിടെ ഇരിക്കുന്ന സമയത്ത് മൗത്തായി പോയിട്ടുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ ഒരു അവസ്ഥ! അതിലേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ, ഇത്തരം കാര്യങ്ങളിലാണ് നമ്മളൊക്കെ മരണപ്പെടുന്നതെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു തആല നല്ല ആഖിബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ അല്ലാഹു തആല നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ അത്യാവശ്യം തിരക്കടില്ല എന്ന് തോന്നുന്ന ആളുകളാണ് നമ്മളൊക്കെ. നമുക്ക് സ്വയം നമ്മളിങ്ങനെ തിരക്കടില്ല, നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരാണ്, മറ്റുള്ള ഇബാദത്തുകളൊക്കെ ചെയ്യുന്നവരാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. ഇതൊക്കെ നല്ല ലക്ഷണങ്ങളാണ്. എങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു സ്വയം ഒരു വിലയിരുത്തൽ, നമ്മൾ അത്യാവശ്യം തിരക്കടില്ല എന്നുള്ള തോന്നൽ നമുക്കുണ്ടോ? അതൊക്കെ നമ്മൾ മാറ്റണം. നമ്മുടെ അടുത്ത് ഒന്നുമില്ല എന്നുള്ളതായ തോന്നൽ ഉണ്ടാകണം. പടച്ച റബ്ബേ, നമ്മൾ ഒന്നുമില്ല, ഉള്ളത് ഞാൻ സമർപ്പിക്കുകയാണ്, നീ സ്വീകരിക്കണം എന്നുള്ളതായ ആ ഒരു തോന്നലാണ് നമുക്കൊക്കെ വരേണ്ടത്. ഒന്നും ചെയ്തിട്ടില്ല. പലപ്പോഴും നമ്മളൊക്കെ മറ്റുള്ളവരൊക്കെ ഒന്ന് നമ്മൾ മറ്റുള്ളവരെ ഒന്ന് വിലയിരുത്താറുണ്ട്. ഓരെങ്ങനെ നമ്മൾ അത്യാവശ്യം തിരക്കടില്ല എന്നുള്ള ആ ഒരു തോന്നലേ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആ ഒരു കമ്പാരിസൺ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു പറച്ചില്, അത് ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നമ്മളെ കാര്യം നോക്കുക. മറ്റുള്ളവരോട് പറയാൻ പറ്റുമെങ്കിൽ പറയാം, ആളുകൾക്ക് ഉപദേശം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉപദേശം കൊടുക്കുക എന്നല്ലാതെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം തിരക്കടില്ല എന്ന തോന്നലും ആ പറച്ചിലും അത് ഒരിക്കലും തന്നെ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഉള്ളത് ഇബാദത്തുകൾ പടച്ചറപ്പിനോട് മുമ്പിൽ സമർപ്പിക്കുക, നീ സ്വീകരിക്കണമെന്ന് പറയാ. കഴിവിന്റെ പരമാവധി നമ്മൾ തഖ്വയിലായിക്കൊണ്ട് സൂക്ഷ്മതയിലായിക്കൊണ്ട് ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
നിങ്ങളൊക്കെ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം. എല്ലാവരുടെ കാര്യത്തിനു വേണ്ടി, പരസ്പരം മുഅ്മിനീങ്ങളുടെ കാര്യത്തിനു വേണ്ടിയൊക്കെ നമ്മളൊക്കെ പരസ്പരം ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അല്ലാഹു തആല നല്ല ആഖിബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഒന്നും വേണ്ട ഉസ്താദെ, ദുആയിൽ ഉൾപ്പെടുത്തണം, വേറെ ഒന്നും വേണ്ട ഉസ്താദെ, ആഖിബത്ത് നന്നായി കിട്ടി മരിക്കാൻ വേണ്ടി, അതിന് എത്ര ആയാലും വേണ്ടില്ല, ആയുസ് എത്ര ആയാലും വേണ്ടി, ഇപ്പം കിട്ടിയാലും വേണ്ടില്ല, ഇനി കുറച്ചും കൂടി നീണ്ടു കിട്ടിയാലും വേണ്ടില്ല, കിട്ടുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം, വേറെ ഒന്നും ഉസ്താദെ വേറൊരു ഉദ്ദേശമില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ആ ഒരു വിഭാഗത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുന്ന നല്ല ആഖിബത്ത് കിട്ടി ഹുസ്നുൽ ഖാത്തിമയിലായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനേ റബ്ബേ, അത്തരം ഒരുപാട് ആളുകൾ മരണപ്പെട്ട നിന്റെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെയും നീ ചേർക്കണേ റഹ്മാനെ. ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഈ പരിശുദ്ധ ഖുർആൻ ഓതുന്നു. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയൊക്കെ അവിടുത്തെ ആ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഞങ്ങൾ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ഓതുകയാണ്. അവിടുത്തെ തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി ഞങ്ങൾ ചെയ്യാറുണ്ട്. ഉള്ളത് നീ സ്വീകരിക്കണം റഹ്മാനെ, നീ പൊരുത്തപ്പെട്ട അമലായി നീ സ്വീകരിക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം ധാരാളം ഹസനാത്തുകൾ രേഖപ്പെടുത്തി വെക്കണം റഹ്മാനെ. ഞങ്ങളെ മീസാൻ എന്ന തുലാസിൽ ഇത് നീ ഭാരമാക്കണം അല്ലാഹ്. റഹ്മാനെ റബ്ബെ, ഞങ്ങളെ കയ്യിൽ നൽകുന്ന വലത് കയ്യിൽ നൽകുന്ന ഏടുകളാക്കി മാറ്റണം റഹ്മാനെ. ഞങ്ങളെ ഏടുകളെ വലത് കയ്യിൽ നൽകുന്ന ഏടുകളാക്കി മാറ്റണം റഹ്മാനെ. ആ ഏടുകളെ വലിയ ഖനമുള്ള ഭാരമുള്ള ഏടുകളാക്കി മാറ്റണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, നന്മയും തിന്മയും തുലാസ് തൂക്കുന്ന സമയത്ത് റഹ്മാനെ റബ്ബെ, ഈ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ എത്രയാണ് ഓതിയിട്ടുള്ളത് ആ ഓരോ ഹർഫുകളും അതിലേക്ക് ഇട്ടുകൊണ്ട് റഹ്മാനെ റബ്ബെ, നാളെ സുഖലോക സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ ഈ വിശുദ്ധ ഖുർആന്റെ ക്ലാസ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങൾ ഓതിയതിൽ ഒരുപാട് പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും, നീ പൊരുത്തപ്പെട്ട് നൽകണം റഹ്മാനെ. നീ പരിഹരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസും ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുമാണ് റഹ്മാനെ റബ്ബെ. ഞങ്ങളൊക്കെ പഠിക്കുന്നവരാണ്. പഠനത്തിൽ നീ ഉന്നതമായ വിജയം നൽകണം റഹ്മാനെ. നാഫിയായ ഇൽമ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഉപകാരമുള്ള ഇൽമ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. വിശുദ്ധ ഖുർആൻ വേണ്ടതുപോലെ അതിൻ്റെതൊക്കെ നിയമങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി പഠിച്ചുകൊണ്ട് അതനുസരിച്ച് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം കൂടി ഓതാൻ പോവുകയാണ്. കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെ വക ഒരു ലൈക്ക് ചെയ്യാം. അഭിപ്രായം എന്തെങ്കിലും ഒന്ന് അറിയിക്കാം. കഴിഞ്ഞ പ്രാവശ്യം അറിയിച്ചതല്ല, അതൊന്നല്ല, എന്തെങ്കിലും ആയിട്ട് ഒരു അഭിപ്രായം, ഒരു ആമീന്നോ എന്തെങ്കിലും ഒരു കമന്റ് കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് രേഖപ്പെടുത്തുക. അത് കൂടുതൽ ആളുകളിലേക്ക് എത്താനൊക്കെ സഹായിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, അത് അയാളുടെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ആണുങ്ങൾക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിലേക്ക് ചേർക്കാൻ നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് താഴെയുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ മതി. നമ്മുടെ ക്ലാസ് ഉള്ളത് പിന്നെ വാട്സപ്പിലാണ് ക്ലാസ് ഉള്ളത്. വാട്സപ്പിൽ ചെറിയൊരു ക്ലാസ്സും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ക്ലാസ്സും നമ്മൾ അതിലേക്ക് അയച്ചു കൊടുക്കും. ഓരോരുത്തർക്കായിട്ടുള്ള ക്ലാസ് നമ്മൾ എടുത്തു കൊടുക്കുന്നില്ല, നമ്മളെ കൊണ്ട് ആവൂല, സമയത്തിൻ്റെ പ്രയാസം ഉണ്ടായത് കൊണ്ടാണ്. ഓരോരുത്തർക്കും പഠിപ്പിക്കാൻ പറഞ്ഞ സംഗതി ഇല്ലല്ല. ഏതായാലും നമ്മുടെ ഈ ക്ലാസ് ഓതേണ്ട രൂപങ്ങൾ നമ്മളൊക്കെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ചെറിയ ക്ലാസ് നമ്മൾ വാട്സപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾ അതിൽ ചേർന്നാൽ മതി. ഇൻഷാ അല്ലാഹ് ലേഡീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതിലേക്ക് മെസ്സേജ് അയക്കുക. പിന്നെ ക്ലാസ് ഉപകരിക്കുമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരമാണ്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ്സിലേക്ക് ചേരുക. വേറെ മറ്റൊരു ഉദ്ദേശങ്ങളൊന്നുമില്ല. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓരോ ഷെയറുകളും അതുപോലെ തന്നെ ഓരോ ലൈക്കുകളും ഓരോ കമൻറ്റുകളും അതും ഒരുപാട് ആളുകളിലേക്ക് എത്താനൊക്കെ സഹായകമാകും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ വിഷയം പറയുന്നത്. അല്ലാതെ നിങ്ങളെ ലൈക്കിൻ്റെ ആവശ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കമൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിട്ടോ പിന്നെ അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്കൊരു സന്തോഷം കിട്ടണം അതൊന്നുമില്ല. സാധാരണ നല്ല അഭിപ്രായം ആയിരിക്കും, അത് നമുക്കൊരു സന്തോഷം, സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകുന്നല്ലാതെ മറ്റൊരു സന്തോഷങ്ങളോ വേറെ നിങ്ങളെ അഭിപ്രായം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ല. ആളുകളിലേക്ക് എത്താൻ സഹായിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.
അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓതാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ ചിലപ്പോഴൊക്കെ നമ്മളെ വീഡിയോൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഓത്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഒരു ചെറിയൊരു പോസ്റ്റർ കാണിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സാധാരണ ഇപ്പോൾ മിക്ക ആളുകളും ഓൺലൈനിൽ നിന്നാണ് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങാറുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തൽക്കാലം ലിങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും വെക്കാമെന്ന് മാത്രം. സാധാരണ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ഏതൊരാൾക്കും സാധാരണ നിങ്ങൾ വാങ്ങുന്ന അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള മീഷോ നിന്നോ അല്ലെങ്കിൽ പിന്നെ ആമസോൺ തുടങ്ങിയ ഏതെങ്കിലും ആപ്പുകളിൽ നിന്ന് വാങ്ങുന്ന ആളുകൾ ഈ ലിങ്ക് ഒന്ന് വഴി വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് അതൊരു ഉപകാരമായിരിക്കും. അത് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ സാധാരണ വാങ്ങുന്ന ആളുകൾ അതിലൂടെ വാങ്ങണമെന്ന് പറയുന്നില്ല. വാങ്ങിയാൽ പ്രത്യേകിച്ച് നഷ്ടങ്ങളോ പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവില്ല. സാധാരണ നിങ്ങൾ വാങ്ങുന്നത് പോലെ തന്നെയായിരിക്കും. പക്ഷെ അത് നമ്മുടെ ചാനലിനുള്ള ഒരു വളർച്ചയ്ക്ക് ഒരു സഹായിക്കും എന്ന് മാത്രം, കൂടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചിലപ്പോൾ വീഡിയോൻ്റെ അടിയിൽ പിന്നെ അത് പോസ്റ്റർ കാണുമ്പോൾ ഇതെന്താന്ന് വിചാരിക്കേണ്ട അയ്യാഴ്ച പറയുന്നത് ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. الله لا إله إلا هو الحي القيوم. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان. إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. إن الله لا يخفى عليه شيء في الأرض ولا في السماء. هو الذي يصوركم في الأرحام كيف يشاء. لا إله إلا هو العزيز الحكيم. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله. والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا
وأولئك هم وقود النار كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد صدق الله العلي العظيم.